ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലൈകോയിലും വാട്ടർ അതോറിറ്റിയിലും മഹിളാ സമഗ്യ സൊസൈറ്റിയിലും കൂടാതെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം സപ്ലൈകോയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയിൽ ക്വാളിറ്റി അഷുറൻസ് ജൂനിയർ മാനേജർ, പാടി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനി എന്നീ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി സെപ്റ്റംബർ 27 രാവിലെ 11 മണിക്ക് എറണാകുളം കടവന്ത്ര സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ജൂനിയർ മാനേജർ തസ്തികയിൽ MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 23,000 രൂപയാണ് പ്രതിഫലം ലഭിക്കുന്നത്. പാടി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ആണ്. പ്രതിമാസ പ്രതിഫലം 15,000 രൂപയാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികളുടെ പ്രായം 25 വയസ്സിൽ കവിയാൻ പാടില്ല. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള മഹിളാ സമഗ്യ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിലേക്ക് ക്ലീനിംഗ് കം കുക്കിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന 23 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. പ്രതിമാസ വേതനം 6,000 രൂപയാണ്. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 24 രാവിലെ 10 മണിക്ക് മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപമുള്ള മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെൻ്ററിൽ കെയർ ടേക്കർ, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം സെപ്റ്റംബർ 25 രാവിലെ 11 മണിക്ക് കേരള മഹിളാ സമഗ്യ സൊസൈറ്റി കരമന കുഞ്ചാലുമൂട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് കണ്ണൂർ റൂറൽ ജില്ലാ വനിതാ സെല്ലിൽ തളിപ്പറമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫാമിലി ആൻഡ് വുമൺ കൗൺസിലിംഗ് സെന്ററിൽ ഫാമിലി കൗൺസിലറെ നിയമിക്കുന്നുണ്ട്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ, ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ എന്നിവ സഹിതം സെപ്റ്റംബർ 25 ധർമ്മശാല ജില്ലാ പോലീസ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ശ്രീ ബ്രാഞ്ച് DYSP ഓഫീസിൽ ലഭിക്കണം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ പള്ളിക്കുന്ന് കോർപ്പറേഷൻ സോണലിലെ 1ാം ഡിവിഷൻ നെഹ്റുജി അങ്കണവാടിയിൽ അങ്കണവാടി കം ക്രഷ് സെന്ററിൽ ഹെൽപ്പറെ നിയമിക്കുന്നുണ്ട്. പ്രസ്തുത ഡിവിഷനിലെ സ്ഥിര താമസക്കാരായ SSLC പാസ്സായ 18-നും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ കണ്ണൂർ റൂറൽ ICDS ഓഫീസ്, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോംപ്ലക്സ്, പള്ളിക്കുന്ന്, കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 25 വൈകിട്ട് 5 മണിക്കകം സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ, ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ സെപ്റ്റംബർ 24 രാവിലെ 11:30-നും ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ തസ്തികയിൽ 25 രാവിലെ 11:30-നും അഭിമുഖം നടക്കും. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിലേക്കും MSW പാസ്സായവർക്ക് ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ മാനദണ്ഡം അനുസരിച്ചുള്ള പ്രായപരിധി ബാധകമാണ്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ടെത്തണം. കൂടുതൽ വിവരങ്ങൾ gmc.kannur.edu.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അടുത്തത് മലപ്പുറം ജില്ലയിൽ വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ അറ്റൻഡന്റിനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം സെപ്റ്റംബർ 25 രാവിലെ 10 മണിക്ക് വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായവരും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരുമായിരിക്കണം. സർക്കാർ അല്ലെങ്കിൽ അംഗീകൃത ആശുപത്രികളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർ അസൽ രേഖകളുമായി അഭിമുഖത്തിന് ഹാജരാവണം.
കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലെ ജല അതോറിറ്റിയുടെ വിവിധ ജലപരിശോധനാ ലാബുകളിലേക്ക് ഡെപ്യൂട്ടി ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ മാനേജർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം സെപ്റ്റംബർ 24 രാവിലെ 11 മണിക്ക് മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജല അതോറിറ്റി മലപ്പുറം ജില്ലാ ലാബിൽ നടക്കും. BSc കെമിസ്ട്രിയും ജലപരിശോധന മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. MSc കെമിസ്ട്രി യോഗ്യതയുള്ളവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം മതി. പ്രായപരിധി 48 വയസ്സ് വരെയാണ്. ISO പരിശീലനവും ഉണ്ടായിരിക്കണം. ഡെപ്യൂട്ടി ക്വാളിറ്റി മാനേജർ തസ്തികയിൽ 20,000 രൂപയും ടെക്നിക്കൽ മാനേജർ തസ്തികയിൽ 18,000 രൂപയുമാണ് പ്രതിമാസ വേതനം. താല്പര്യമുള്ളവർ യോഗ്യതയും വയസ്സും തെളിയിക്കുന്ന ഒറിജിനൽ രേഖകളും ബയോഡേറ്റയും അഭിമുഖത്തിന് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.